ഹായ്, നമസ്കാരം. ഫെബ്രുവരി 15-ന് നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം റിലീസ് ചെയ്യാൻ പോവുകയാണ്. രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഭൂതകാലം സംവിധാനം ചെയ്ത സെയിം ആള് തന്നെ. ആ ഒരു ലെവലിൽ വേണം അതായത് ഈ ഭ്രമയുഗം എന്ന പടത്തെ കാണണം. ഭൂതകാലം എന്ന സിനിമയുടെ സെയിം നമ്മൾ എങ്ങനെയാണോ ആ സിനിമ കാണാത്തവർ പറഞ്ഞിട്ട് അല്ല, കണ്ടവർക്കറിയാം ആ സിനിമ എങ്ങനെയാണ്. ആ ലെവലിൽ സിനിമ കാണുക. നിങ്ങൾക്ക് കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടും. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് 28-29 കോടി ബഡ്ജറ്റുള്ള ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ് കുറേ അന്തം ഫാൻസുകാർ ഈ സിനിമ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതുമൊക്കെ പ്രതീക്ഷിച്ച് എൻ്റെ മക്കളെ, ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ കറക്റ്റ് ആ ഭൂതകാലം സിനിമ എങ്ങനെ കണ്ടോ ആ രീതിയിലായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ കഥയായിരിക്കും. കാരണം ഒരു മന്ത്രവാദി അങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു പ്രേതം അല്ലെങ്കിൽ ഹൊറർ ടച്ച് ഒക്കെ ഉള്ളൊരു സിനിമയാണത്. അപ്പോൾ ആ ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ചുമ്മാ ഈ 28-29 കോടി ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് ഈ സിനിമ ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയൊന്നും വിചാരിച്ച് പോകരുത്. അത് ആ സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. പിന്നെ ഈ 28-29 കോടി അല്ലെങ്കിൽ 30 കോടി 50 കോടി 100 കോടിയൊക്കെ ബഡ്ജറ്റുള്ള ഒരു പടം ഭയങ്കര ബ്രഹ്മാണ്ഡ പടമെന്ന് എങ്ങനെയാണ്? സിനിമയുടെ കണ്ടന്റ് കൊണ്ടായിരിക്കണം സിനിമ ഒരു ബ്രഹ്മാണ്ഡ പടമാകേണ്ടത്. അല്ലാതെ ചെറിയൊരു സിമ്പിൾ കണ്ടന്റ് വെച്ചിട്ട് 10-200 കോടി ആ സിനിമയ്ക്ക് മുടക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ ഇച്ചിരി ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഹിറ്റായിട്ടുള്ളൂ. അല്ലാതെ മിക്ക ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകളെല്ലാം പൊട്ടി പാളീസായി പോയിട്ടുണ്ട്. ഈ അടുത്ത് വന്ന 3 പടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാന്ദ്ര, നമ്മുടെ കൊത്ത, ഇതുപോലെ വാലിബൻ ഒക്കെ നല്ല കാശ് മുടക്കി ബ്രഹ്മാണ്ഡ പടമായിരുന്നു. പക്ഷേ ഈ ബ്രഹ്മാണ്ഡ പടം എന്ന് നമ്മൾ മനസ്സിൽ ഈ കാശ് മുടക്കുന്നതുകൊണ്ട് ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ പറഞ്ഞ് അതിന് ഹൈപ്പ് കൊടുത്തിട്ട് കാണുമ്പോൾ നമുക്ക് ഈ പൈസ മുടക്കിയൊന്നും കാണുന്നില്ലല്ലോ. അത് നിർമ്മാതാവും അല്ലെങ്കിൽ സംവിധായകരും ഒക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടും ഒക്കെ പൈസ മുടക്കി അതിനെ ഒരു സിനിമയാക്കി എടുക്കുന്നത്. ഒരു കണ്ടന്റിന് ആവശ്യമായ ബഡ്ജറ്റാണ് ഒരു സിനിമയ്ക്ക് മുടക്കേണ്ടത്. അല്ലാതെ ഒരു നിർമ്മാതാവും സംവിധാനം തീരുമാനിച്ചു, ഒരു നായകനും തീരുമാനിച്ചു ഞങ്ങളൊരു ബ്രഹ്മാണ്ഡ ചിത്രം എടുക്കാൻ പോകുന്നു. അതിന് കണ്ടന്റ് ഒക്കെ കിട്ടുന്നതിന് മുമ്പേ ബ്രഹ്മാണ്ഡ ചിത്രമാണ്, അത് എങ്ങനെയായിരുന്നു 100 കോടി ബഡ്ജറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു സിനിമയെ ഇങ്ങനെ വലുതാക്കി 100 കോടി എത്തിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബഡ്ജറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൊച്ചു പടമായിരിക്കും. പക്ഷേ പൈസ ചിലപ്പോൾ ആ സിനിമ ഉണ്ടാക്കാൻ ഒരുപാട് പൈസ ആയാലും നമുക്ക് കാണുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൊച്ചു പടമായാലും വലിയ പടമായാലും പടം ഹിറ്റാകുമെന്നേ. ഇപ്പം തന്നെ ഇറങ്ങിയ കണ്ണൂർ സ്കോഡ്, നേര്, ഇതൊക്കെ കൊച്ചു പടം, വളരെ ബഡ്ജറ്റ് കുറവ് എന്ന് പറയാം. നമ്മൾ സാധാരണക്കാർ പറഞ്ഞു വിട്ട് പടമാണ്, ഭയങ്കര ഹിറ്റായ പടമാണ്. അല്ലാതെ ഇപ്പം 28-29 കോടി ഭ്രമയുഗത്തിനായതുകൊണ്ട് അതൊരു ബ്രഹ്മാണ്ഡ ഭയങ്കര പടമായിട്ട് ആരും കരുതരുത്. മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായ ലുക്കുള്ള നല്ലൊരു കൊച്ചു പടമാണ്. അല്ലാതെ ഈ ഫാൻസുകാർ കാണുന്ന ഇത്രയും പൊക്കി പിടിക്കേണ്ട, ഈ ഹൈപ്പ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ആ പടത്തിന്. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡ പടം ഇത് 4-5 ഭാഷകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ പല ഭാഷയിലും റിലീസ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫുൾ സിനിമ വരികയാണ് വർഷങ്ങൾക്ക് ശേഷം. അതല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ അങ്ങനെ ഈ അടുത്ത സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇറങ്ങിയിട്ടുണ്ടെന്ന്. സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് സീനുകൾ അരമണിക്കൂറൊക്കെ കാണത്തുള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ ഈ സിനിമ ഫുള്ള്, അതായത് 2:20 2.5 മണിക്കൂറാണ് 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പം എല്ലാവരും ഈ ചിത്രം ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് മിക്ക ഭാഷകളും ഇറക്കുന്നത്. അതിന് ആ കഥയ്ക്കും ആ ഒരു സിറ്റുവേഷനും ഒക്കെ വേണ്ടി കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ട്. അതിപ്പോൾ അത് 28 കോടി അടുത്തായി വന്ന് കാണും. അതുകൊണ്ട് ആ സിനിമ ഭയങ്കര ബിഗ് ബഡ്ജറ്റ്, നമ്മളിപ്പോൾ വാലിബൻ കണ്ടന്റ് കൂട്ടോ അല്ലെങ്കിൽ ബാന്ദ്ര അങ്ങനെ അല്ലെങ്കിൽ പുലിമുരുകൻ കൂട്ടോ അങ്ങനെ ബഡ്ജറ്റ് നോക്കി ഒരു സിനിമ കണ്ട പടമല്ല ഈ സിനിമ. അതുകൊണ്ട് ഹൈപ്പൊന്നും ഇല്ലാതെ ഭൂതകാലം സിനിമ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ രീതിയിലായിരിക്കും ഈ സിനിമ വരുന്നത്. ചുമ്മാ ഹൈപ്പ് കൊടുത്ത് അതിനെ വേറെ ലെവലിൽ എത്തിച്ചിട്ട് ആൾക്കാർ ഇരുന്ന് കാണുമ്പം നിരാശപ്പെടുത്തുകയുള്ളൂ. അതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫാൻ ഷോ ഒക്കെ വെക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ഫാൻ ഷോ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആവും. ഇല്ലെങ്കിൽ നോർമലായിട്ട് ഒരു 11 മണിക്ക് തന്നെ വെച്ച് ആൾക്കാരുടെ നല്ല പടമെങ്കിൽ മമ്മൂക്കയുടെ ആണ്. ആൾക്കാരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ സിനിമ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. പക്ഷേ ഈ 6 മണിക്കും 4 മണിക്കൊക്കെ ഉറക്കങ്ങളൊക്കെ കളഞ്ഞ് ഇവന്മാർ പോയി സിനിമ കാണും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നെഗറ്റീവ് തന്നെ വരും. അതിനും പറഞ്ഞാൽ നോർമലും മമ്മൂക്കയുടെ ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങിയില്ലേ നോർമലായിട്ട്, അതുപോലെ ഇറങ്ങി പടം വിജയിക്കും. ഇപ്പോൾ കാതലൊക്കെ ഫാൻ ഷോ വെച്ചിട്ടാണ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് നല്ല രീതിയിൽ കളക്ഷനും കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു പടങ്ങളൊക്കെ ഈ സമയത്ത് വിജയിക്കാൻ തന്നെ പാടാണ്. അപ്പോൾ ഇത് മമ്മൂക്കയുടെ ഒരു പ്രസൻസും അഭിനയവും അതുപോലെ കഥയൊക്കെ ചേർന്നിട്ടുള്ള പടം ഇത്രയും ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടിയത്. അതുപോലെ ഈ ചിത്രവും കിട്ടും. അല്ല ചുമ്മാ ഫാൻ ഷോ ഒക്കെ വെച്ച് ഹൈപ്പ് കൂട്ടി ചിത്രത്തെ നശിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. മമ്മൂട്ടിയുടെ ഗെറ്റപ്പ്, അതായത് ഫസ്റ്റ് ലുക്ക് തന്നെ ഇതിൻ്റെ ചിത്രത്തിന് ഹൈപ്പ് കൂടിയാണ്. പക്ഷെ ആ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിനുള്ള ഹൈപ്പാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹൈപ്പൊക്കെ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഹൈപ്പ് കൊടുത്തത് എന്തിനാ? നമുക്ക് ഹൈപ്പിൻ്റെ കാര്യത്തിൽ മലയാളികൾ ഭയങ്കര പുറകോട്ടാണ്. ഹൈപ്പ് കൊടുത്ത് ഏതൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ വൻ പരാജയമായിരുന്നു. ഹൈപ്പില്ലാതെ നോർമലായിട്ട് ഏത് സിനിമ പോയി കണ്ടാലും
ഹിറ്റാകുവാണ്. അതാണ് മമ്മൂക്കയുടെ ഈ കുറേ ഇറങ്ങിയ പടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നിനും വലിയ ഹൈപ്പില്ല. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് നല്ല രീതിയിലും കൈനീട്ടി സ്വീകരിക്കാവുന്ന രീതിയിലുള്ള പടങ്ങളായിരുന്നു മൊത്തം കിട്ടിയത്. ഹൈപ്പ് കൊടുത്ത് വരുന്ന മുഴുവൻ പടങ്ങൾ, ഇപ്പം ലാലേട്ടൻ്റെ ആയാലും ആയാലും പടം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, ദുൽഖറിൻ്റെ ആയാലും ഒക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ചിലപ്പം പറ്റത്തുള്ളൂ. ഇവർക്ക് ഈ കുറേ ഹൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാസ്, മറ്റേ ഇടി പിടി പറത്തിയടി വെടിവെപ്പ് തലവെട്ടി ഈ തലയോടി എന്ന് തലയോട് വെട്ടി പൊളിച്ചെടുത്ത് ചോര തെറിക്കുന്ന അതൊക്കെ അവിടെ കാണാം. പക്ഷെ നമുക്ക് മലയാള പടത്തിന് മലയാളികൾ അങ്ങനെ ഇരുന്ന് കൊടുക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കണ്ടന്റ് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഒരു സിനിമയ്ക്ക് വേണം. അത് ചിലപ്പോൾ 100 കോടിയാവും, 200 കോടിയാവും, ചിലപ്പോൾ 5 കോടിയാവും. അല്ലാതെ ഒരു സിനിമയെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാക്കാൻ വേണ്ടി ചുമ്മാതെ കുറേ വലിയ ആന സെറ്റൊക്കെ ഇട്ടിട്ട് ബഡ്ജറ്റ് കൂട്ടി ഒരു പടം എടുക്കാതിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ബ്രഹ്മയുഗം ഒരു ബ്രഹ്മാണ്ഡ സിനിമയല്ല, ഒരു കുഞ്ഞു മലയാള സിനിമയാണ്. സാധാരണ മമ്മൂക്ക പടങ്ങളെ പോലെ തന്നെ അങ്ങനെ പോയിരുന്നാണ് ഈ സിനിമ കാണേണ്ടത്. അല്ലാതെ ഈ 28 കോടി തന്നെ പുറത്തു വരാൻ കാരണം ഇതിന് ഫാൻസുകാരും ചൊറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാലേട്ടൻ ഫാൻസ്, മറ്റു ഫാൻസുകാരും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ്, അതായത് 4 മുണ്ടും 4 തോർത്തിനും വേണ്ടി എന്ത് ചിലവാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ, അധികം ചിലവ് കാണിച്ചില്ല, 2 കോടിയോ 1 കോടിക്ക് താഴെയുള്ള ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് നിർമ്മാതാവിൻ്റെ വായിൽ നിന്ന് 28 കോടിയായെന്ന് പറഞ്ഞു. അതറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഫാൻസുകാർ തുടങ്ങിയിരിക്കുവാണ് ഹൈ ബഡ്ജറ്റ് പടമാണ് മമ്മൂക്കയുടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറെ ലെവലോട്ട് കൊണ്ടുവന്നു. ഭൂതകാലം സിനിമ കാണുന്നത് പോലെ ഈ സിനിമ കാണുക, എനിക്ക് ഇതേ പറയാനുള്ളൂ.